സുഹൃത്തെ, ഇന്ന് സ്ത്രീകൾ തങ്ങൾ ശരിക്കും സ്നേഹിക്കുന്ന പുരുഷന്മാർക്കു വേണ്ടി മാത്രം ചെയ്യുന്ന 6 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇവ ഒരിക്കൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉപരിതലത്തിലുള്ള സ്നേഹത്താൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാകില്ല. ഇപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. 1. അവൾ നിങ്ങളെ ചോദിക്കാതെ തന്നെ വളർത്തുന്നു. പ്രണയത്തിലായ ഒരു സ്ത്രീ നിശബ്ദയായ ഒരു പരിചാരികയായി മാറുന്നു. നിങ്ങൾ യാചിച്ചതുകൊണ്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടോ അല്ല. അവളുടെ ഉള്ളിലെ എന്തോ ഒന്ന് നിങ്ങൾ ജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചോദിക്കാത്തപ്പോൾ അവൾ നിങ്ങൾക്ക് കാപ്പി കൊണ്ടുവരുന്നു. നിങ്ങളൊരു വാക്ക് പറയുന്നതിനു മുമ്പ് നിങ്ങൾ ക്ഷീണിതനാണെന്ന് അവൾ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ മീറ്റിംഗ് എങ്ങനെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ തുടങ്ങിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അവൾ പരിശോധിക്കുന്നു. ഇപ്പോൾ ഞാൻ വ്യക്തമായി പറയട്ടെ, ഇതിന് ലിംഗപരമായ റോളുകളോ സമർപ്പണവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് വൈകാരിക നിക്ഷേപത്തെക്കുറിച്ചാണ്. ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷേമം അവളുടെ സഹജവാസനയായി മാറുന്നു. അവൾ പാചകം ചെയ്യും, വൃത്തിയാക്കും, നന്നാക്കും, പ്രാർത്ഥിക്കും, പിന്തുണയ്ക്കും. നീ അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവൾ നിന്നെ ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട്? കാരണം അവളുടെ മനസ്സിൽ നിന്റെ ഉയർച്ച അവളുടേതാണ്. പക്ഷേ ഇതാണ് പ്രധാന കാര്യം. ഒരു സ്ത്രീ ആർക്കും വേണ്ടി ഇത് ചെയ്യില്ല. അവൾക്ക് ഉറപ്പില്ലാത്തൊരു പുരുഷനു വേണ്ടി അവൾ തന്റെ പതിവ് തെറ്റിക്കുകയോ അവളുടെ ദിവസം തടസ്സപ്പെടുത്തുകയോ ചെയ്യില്ല. നീ വെറുമൊരു സ്ഥാനക്കാരനാണെങ്കിൽ അവൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ മടക്കിവയ്ക്കില്ല. മറ്റു പുരുഷന്മാരുമായി ഡേറ്റിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ അവൾ നിങ്ങൾക്ക് സൂപ്പ് പാകം ചെയ്യില്ല. അവളുടെ മതിലുകൾ ഇടിഞ്ഞു വീഴുമ്പോൾ മാത്രമേ ആ പരിചരണം ലഭിക്കൂ. അപ്പോൾ അടുത്ത തവണ ഒരു സ്ത്രീക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആരും കാണാത്തപ്പോൾ അവൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നോക്കൂ. അതാണ് യഥാർത്ഥ പ്രണയലേഖനം. 2. നീ ഇല്ലാത്തപ്പോൾ അവൾ നിന്നെ പ്രതിരോധിക്കും. ഒരു സ്ത്രീ നിന്നെ സ്നേഹിക്കുന്നത് അവൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെയല്ല, മറിച്ച് നീ ഇല്ലാത്തപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിലൂടെയാണ്. നിന്റെ പേര് കേൾക്കുമ്പോൾ അവൾ മുഖം ചുളിക്കുമോ? അവളുടെ സുഹൃത്തുക്കൾ നിന്നെ പരിഹസിക്കുന്നത് അവൾ തടയുമോ? ഗോസിപ്പ്, സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവൾ മറച്ചുവെക്കുമോ? കാരണം ഇതാണ് സത്യം. മിക്ക സ്ത്രീകളും ശരിക്കും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കും. ആളുകൾ നിന്നെ അനാദരിക്കാൻ അവർ അനുവദിക്കും. മറ്റുള്ളവർ നിന്റെ കുറവുകളെ പരിഹസിക്കുമ്പോൾ അവർ ചിരിക്കും. അവൻ വളരെ നിശബ്ദനാണ്, അല്ലെങ്കിൽ അവൻ വളരെ തീവ്രതയുള്ളവനാണ് എന്നാരെങ്കിലും പറയുമ്പോൾ അവർ തലയാട്ടും. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ, അവൾ നിങ്ങളുടെ അദൃശ്യ വാളായി മാറുന്നു. അവൾ തന്റെ ഉറ്റ സുഹൃത്തിനെ വളരെ വേഗത്തിൽ പരിശോധിക്കും. അവൾ പറയും, ഒരു മടിയും കൂടാതെ അവനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കരുത്. നിന്റെ പേര് സംരക്ഷിക്കാൻ വേണ്ടി അവൾ സാമൂഹിക അസ്വസ്ഥതകൾ പോലും നേരിടും. അത് അപൂർവമാണ്. എന്തുകൊണ്ട്? കാരണം അവർ അടുത്തില്ലാത്തപ്പോൾ ഒരാളെ പ്രതിരോധിക്കുക എന്നതിനർത്ഥം ഒരു കാര്യമാണ്: വിശ്വസ്തത. നീ വെറുമൊരു കാമുകൻ മാത്രമല്ല, നീ അവളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഇനി നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പ്രശസ്തി, നിങ്ങളുടെ പേര്, അത് അവൾക്ക് പ്രധാനമാണ്. അപ്പോൾ പ്രണയത്തിന്റെ ആഴം എത്രയാണെന്നറിയണമെങ്കിൽ സ്വയം ചോദിക്കുക, ഞാനില്ലാത്തപ്പോൾ അവൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം നിങ്ങളുടെ അഭാവത്തിൽ അവൾ നിങ്ങളെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ അവളുടെ സാന്നിധ്യത്തിൽ അവൾ നിങ്ങളെ അർഹിക്കുന്നില്ല. 3. നിങ്ങളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ വൈകാരികമായി എക്സ്ക്ലൂസീവായി മാറുന്നു. ഇത് സൂക്ഷ്മമാണ്, പക്ഷേ ശക്തമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ദമ്പതികളാകാൻ സമ്മതിക്കുമ്പോഴാണ് എക്സ്ക്ലൂസീവ് ആരംഭിക്കുന്നതെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീകളിൽ അത് വളരെ മുമ്പ് തന്നെ സംഭവിക്കുന്നു. മറ്റു പുരുഷന്മാർക്ക് മറുപടി നൽകുന്നത് അവൾ നിർത്തുന്നു. രഹസ്യ ഉദ്ദേശത്തോടെ അവൾ പുരുഷ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നുപോകുന്നു. നിങ്ങളിൽ അസൂയയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുമെന്ന് അവൾക്കറിയാവുന്ന ക്ഷണങ്ങൾ അവൾ നിരസിക്കാൻ തുടങ്ങുന്നു. നിങ്ങളത് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല അവൾ ഇത് ചെയ്യുന്നത്. അവളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇതിനകം തന്നെ അവളുടെ പുരുഷനായതിനാലാണ് അവൾ ഇത് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. പ്രണയത്തിലായ ഒരു സ്ത്രീ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അവൾ ദാഹക്കെണികൾ പോസ്റ്റ് ചെയ്യില്ല. അവളുടെ മുൻ കാമുകന്റെ സുഹൃത്തുക്കളുമായി പുലർച്ചെ 3 മണിവരെ യാദൃച്ഛികമായി പാർട്ടി നടത്തില്ല. അവൾ ഒരു കാൽ പോലും വാതിലിനു പുറത്തു വയ്ക്കില്ല. പകരം അവൾ ബഹുമാനിക്കുന്ന ഒരു പുരുഷനുമായി, ഭാവിയിൽ ഒരു പുരുഷനുമായി തന്റെ പെരുമാറ്റം ക്രമീകരിക്കാൻ തുടങ്ങുന്നു. അവൾ ഓൺലൈനിൽ കൂടുതൽ നിശബ്ദയായി, കൂടുതൽ സ്വകാര്യമായി, കുറച്ചു പ്രകടനശേഷിയുള്ളവളായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? കാരണം സ്നേഹം പ്രക്ഷേപിക്കുന്നില്ല, അത് സംരക്ഷിക്കുന്നു. ഒരു സ്ത്രീ നിങ്ങളുടെ ബന്ധത്തെ സംരക്ഷിക്കേണ്ട ഒരു രഹസ്യം പോലെ സംരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇനി ഒരു ഓപ്ഷനല്ല, അവളുടെ വൈകാരിക ഗുരുത്വാകർഷണത്തിന്റെ കേന്ദ്രമാണ് നിങ്ങൾ. അതിനാൽ ഒരു പദവിയിൽ വഞ്ചിതരാകരുത്. ലേബലിന് മുമ്പുള്ള പെരുമാറ്റം നോക്കൂ. പദവിയോ മറ്റോ ഇല്ലാതെ നിങ്ങൾ അവളുടേതാണെന്ന് അവൾ ഇതിനകം തന്നെ പെരുമാറുന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹം. അവൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം ഉത്തരമറിയാം. 4. സ്വയം നഷ്ടപ്പെടാതെ അവൾ നിങ്ങളുടെ ലോകവുമായി പൊരുത്തപ്പെടുന്നു. ഇവിടെയിരിക്കുന്നു സമയം കളയുന്ന പെൺകുട്ടികളെ എല്ലാവരുമുള്ള സ്ത്രീകളിൽ നിന്ന് വേർതിരിക്കുന്നു. ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കില്ല. അവൾക്ക് നിങ്ങളുടെ കാതൽ മാറ്റാനോ നിങ്ങളുടെ അഭിനിവേശം ചുരുക്കാനോ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചിഴയ്ക്കാനോ ശ്രമിക്കില്ല. പകരം അവൾ നിങ്ങളോടൊപ്പം എങ്ങനെ നീങ്ങണമെന്ന് പഠിക്കുന്നു. നിങ്ങളുടെ താൽപ്പര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങുന്നു.
വ്യാജമായി പെരുമാറുന്നില്ല, നിങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല. എന്നാൽ അവൾ തിരഞ്ഞെടുത്ത പുരുഷനെ മനസ്സിലാക്കാൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ രാത്രി വൈകിയുള്ള ജിം സെഷനുകളിൽ ഏർപ്പെടുന്നു. പെട്ടെന്ന് അവൾ വ്യായാമത്തിന് ശേഷമുള്ള കോളുകളിൽ പരാതിപ്പെടുന്നതിനു പകരം കൂളാണ്. നിങ്ങളൊരു ബിസിനസ് കെട്ടിപ്പടുക്കുകയാണ്. ഓരോ 3 മണിക്കൂറിലും സന്ദേശമയക്കാൻ കഴിയില്ല. അവൾ നിങ്ങൾക്കിടം നൽകുന്നു, പക്ഷേ ഇപ്പോഴും എനിക്ക് നിന്നെ കിട്ടി എന്നു പറയുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉപദേഷ്ടാക്കളുടെ പേരുകൾ, നിങ്ങളുടെ ദിനചര്യകൾക്ക് പിന്നിലെ അർത്ഥം, നിങ്ങൾ എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കാത്ത നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ പോലും അവൾ പഠിക്കുന്നു. എന്നാൽ പ്രധാന കാര്യം, അവൾ അപ്രത്യക്ഷമാകുന്നില്ല. അവൾ സ്വന്തം ഐഡന്റിറ്റി ഉപേക്ഷിക്കുന്നില്ല. അവൾ തന്റെ കാര്യം ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ താളത്തിൽ സ്വയം സംയോജിപ്പിക്കുന്നു. അവൾ നിങ്ങളുടെ താളത്തിനൊരു മെലഡിയായി മാറുന്നു. ഒരു ശ്രദ്ധ തിരിക്കുന്നതല്ല, ഒരു ഭാരമല്ല. അത്തരത്തിലൊരു സ്ത്രീ. രക്ഷപ്പെടാനൊരു ജീവിതം അവൾ അന്വേഷിക്കുന്നില്ല. അവൾക്കൊരു ലോകം കെട്ടിപ്പടുക്കാനൊരു പുരുഷനെ അവൾ തിരയുന്നു. അതാണ് സ്നേഹം. വെടിക്കെട്ടിന്റെയും റോസാപ്പൂവിന്റെയും രീതിയിലല്ല, മറിച്ച് ഏറ്റവും യാഥാർത്ഥ്യവും സ്ഥിരതയുള്ളതുമായ രീതിയിൽ. ഞാൻ നിങ്ങളെ ദൈനംദിന രീതിയിൽ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ അവൾ മറ്റൊരാൾ ആകാതെ പൊരുത്തപ്പെടുകയും മുങ്ങുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് പവിത്രമായ എന്തോ ഒന്നുണ്ട്. കാരണം സ്നേഹം നിയന്ത്രണത്തെക്കുറിച്ചല്ല, അത് വിന്യാസത്തെക്കുറിച്ചാണ്. 5. അവൾ നിങ്ങളുടെ ഇരുട്ട് കാണുകയും എന്തായാലും നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയണോ? നിങ്ങൾ തകരുന്നത് അവൾ കാണട്ടെ. ലോകം തകർന്ന ആ രാത്രിയിൽ അവൾ നിങ്ങളെ കാണട്ടെ. നിങ്ങൾ സ്വയം സംശയിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആകർഷണീയതയാൽ തിളങ്ങുന്നതല്ല, വേദനയാൽ തിളങ്ങുമ്പോൾ. മിക്ക സ്ത്രീകളും നിങ്ങളുടെ ഹൈലൈറ്റ് റീൽ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആകർഷണീയത, നിങ്ങളുടെ അഭിലാഷം, നിങ്ങളുടെ പുരുഷത്വം ഒരു വ്യക്തമായ പാക്കേജിൽ പൊതിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ തിരശ്ശീല വീഴുമ്പോൾ അവർ അവിടെ തന്നെ തുടരുന്നു. നിങ്ങൾ തുറക്കുമ്പോൾ അവർ പതറുന്നില്ല. നിങ്ങളൊരു തെറ്റേറ്റു പറയുമ്പോൾ അവർ ഓടുന്നില്ല. അവർ നിങ്ങളുടെ ഭൂതകാലത്തെ ആയുധമാക്കുന്നില്ല. നിങ്ങളുടെ മുറിവുകൾ പിന്നീട് വെടിമരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. പകരം അവർ നിങ്ങളോടൊപ്പം കുഴപ്പത്തിലിരിക്കുന്നു. പരിഹരിക്കാതെ അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ വാക്കുകളുടെ അതേ ആർദ്രതയോടെ അവർ നിങ്ങളുടെ നിശബ്ദത പാലിക്കുന്നു. നിങ്ങൾ വന്യമായി എന്തെങ്കിലും ശ്രദ്ധിക്കും. അവൾ നിങ്ങളോട് കരുണ കാണിക്കില്ല. അവൾക്ക് നിന്നോട് കൂടുതൽ ബഹുമാനം തോന്നും. കാരണം അവൾക്ക് ദൗർബല്യത ഒരു ബലഹീനതയല്ല. നിങ്ങൾ അവളെ വിശ്വസിക്കുന്നത് കവചം നീക്കം ചെയ്യാൻ തക്കവണ്ണമാണെന്നതിന്റെ തെളിവാണിത്. പ്രണയത്തിലായ ഒരു സ്ത്രീ നിങ്ങളുടെ കണ്ണാടിയായി മാറുന്നു. നിങ്ങൾ ആരാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആരായി മാറുകയാണെന്ന് പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ കുറവുകൾക്കിടയിലും അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അവയിലൂടെ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൾ നിങ്ങളെ വെല്ലുവിളിച്ചേക്കാം, നിങ്ങളെ വിളിച്ചു പറഞ്ഞേക്കാം, നിങ്ങളെ ലെവലിലേക്ക് ഉയർത്താൻ പോലും പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ നിങ്ങൾ അപൂർണനായതുകൊണ്ട് മാത്രം നിങ്ങൾ സ്നേഹത്തിന് യോഗ്യനല്ലെന്ന് അവൾ ഒരിക്കലും നിങ്ങളെ തോന്നിപ്പിക്കില്ല. അത് അപൂർവമാണ്, അത് ശക്തമാണ്, അത് വ്യാജമാക്കാൻ കഴിയാത്ത ഒരുതരം വിശ്വസ്തതയാണ്. കാരണം സ്നേഹമെന്നത് ആരെങ്കിലും നിങ്ങളുടെ വിജയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതല്ല, അവർ നിങ്ങളുടെ തകർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. കാര്യങ്ങൾ ഇരുണ്ടുപോകുമ്പോൾ അവൾ അവിടെ തന്നെ തുടരുന്നുവെങ്കിൽ കടപ്പാടുകൊണ്ടോ ഭയം കൊണ്ടോ അല്ല, മറിച്ച് അവളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം തിരിച്ചറിയുന്നതിനാലാണ്. സഹോദര, അത് നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങളിൽ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അവൾ എന്നെ ശരിക്കും സ്നേഹിച്ചേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വെറുതെ ഇരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾ ഉപരിതല തലത്തേക്കാൾ ആഴത്തിൽ ഉപദേശം നൽകുന്നു. തന്റെ മൂല്യമറിയുന്ന ഒരു പുരുഷനെപ്പോലെ ചിന്തിക്കാനും അനുഭവിക്കാനും ചലിക്കാനും നിങ്ങളെ കാണിച്ചു തരുന്നു. ഞാൻ എല്ലാവരെയും വായിക്കും.